മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡിസേർട്ടായ മാംഗോ പനാക്കോട്ടയാണ്. എങ്ങനെ ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കുക. പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കാൻ കാണുന്ന മാതിരിയൊന്നും ബുദ്ധിമുട്ടില്ല. അതിനായിട്ട് ഞാൻ 2 മാങ്ങ, നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. നല്ല ദശയുള്ള മാങ്ങ എടുക്കണം. അത് ഇതുപോലെ തൊലി ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. വെള്ളം ഒട്ടും ഒഴിക്കാതെ അടിച്ചെടുക്കണം. പിന്നീട് നമ്മൾ ഈ മാങ്ങ മധുരം ഉണ്ടോ, പുളി കൂടുതലാണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണ്ടത്ര മധുരം ചേർത്ത് കൊടുക്കണം. മധുരം വേണം ഇതിന്. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. ഇതുപോലെ അതിൻ്റെ പൾപ്പ് നമ്മൾ എടുക്കണം. കഷ്ണമൊന്നുമില്ലാതെ ഇങ്ങനെ കിട്ടണം നമുക്ക്. പീസ് ഒട്ടും പറ്റില്ല. വെള്ളം ഒഴിക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഒരു 1.5 ടീസ്പൂൺ ജലാറ്റിൻ പൗഡർ ഇട്ട് കൊടുക്കണം. അതൊരു നേരിയ ചുടുവെള്ളത്തിൽ നമുക്ക് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ കലക്കിയെടുക്കാം. 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം എടുത്താൽ മതി. വലിയ ഇതുപോലത്തെ ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. നന്നായി കലക്കിയെടുത്തു. ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ. അതിലേക്ക് നമുക്ക് ഈ അടിച്ചു വെച്ചിട്ടുള്ള മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒട്ടും വെള്ളം പാടില്ല. എന്നാലാണ് നമുക്കത് പാകത്തിന് കട്ടിയായിട്ടൊക്കെ കിട്ടുള്ളൂ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ജലാറ്റിൻ പൗഡർ നമ്മൾ കലക്കിയെടുത്തതും ഈ മാംഗോൻ്റെ പൾപ്പും കൂടി നമുക്കതിലേക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യണതാവും കൂടുതൽ നന്നാവുക. അതുപോലെയാണ് മിക്സ് ചെയ്തെടുത്തത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ്സോ കപ്പോ അത് നമ്മുടെ ഇഷ്ടമുള്ളത് നമുക്ക് എടുക്കാം. ഇതുപോലെ ഒന്ന് ചെരിച്ച് വെക്കണം. ഞാൻ ഇതുപോലത്തെ ഒരു പ്ലേറ്റാണ് എടുത്തത്. ഒന്ന് സൈഡ് ചെരിച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ആ ഗ്ലാസ്സിലേക്ക് പകുതി ഭാഗം നമുക്കിത് ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളമാവരുത്, എന്നാൽ നന്നായിട്ട് കട്ടിയാവാനും പാടില്ല. ഇതുപോലെ നമുക്ക് സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കിനി കപ്പിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്താലും മതിയാവും. പകുതി ഭാഗം ഇതുപോലെ ചെരിച്ച് വെച്ചിട്ട് അത് നിറച്ച് കൊടുക്കാം. 2 ഗ്ലാസ്സിലായിട്ടാണ് അപ്പോൾ ഞാൻ 2 മാങ്ങയുടെ പൾപ്പ് ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് പാത്രമൊക്കെ നമ്മുടെ അടുത്ത് അളവ് ഏതാണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിത് 2 ഗ്ലാസ് ഇതുപോലെ നിറച്ച ശേഷം വേറെ ചെറിയ ഒരു ഗ്ലാസ്സിലും കൂടി നിറച്ച് വയ്ക്കുന്നുണ്ട്. 2 മാങ്ങയ്ക്ക് നമുക്ക് കിട്ടിയ പൾപ്പ് നമുക്ക് ബാക്കി വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏതളവിലായാലും നമുക്ക് ഓരോ പാത്രത്തിലും കൂടി ഒഴിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ഗ്ലാസ്സിലും ബാക്കി വന്ന് ചെറിയൊരു കുഞ്ഞു ബൗളിലും ആക്കിയിട്ട് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഇതിനി ഒരു 2-3 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഉറയ്ക്കണം. നമ്മൾ 4 പുറം ഗ്ലാസിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് വൃത്തിയാക്കാം. എന്നിട്ട് വേണം ഫ്രിഡ്ജിൽ വയ്ക്കാൻ. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂൺ ജലാറ്റിൻ പൗഡർ ചേർത്തു. ചെറിയ ടീസ്പൂണിനാണെങ്കിൽ 2 ടീസ്പൂൺ, വലിയ ടേബിൾ സ്പൂണിനാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നേരിയ ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അത് കലക്കിയെടുക്കണം. നന്നായി കലങ്ങിയിട്ട് വേണം നമുക്കത് പാലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ തിളപ്പിച്ചറിച്ച പാല് ഒരു 200 ml അളവിലാണ് എടുക്കുന്നത്. ഒരു ഗ്ലാസ്സിന് അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ജലാറ്റിൻ്റെ മിശ്രിതം ഒഴിച്ച് കൊടുക്കാം. കട്ടയൊന്നും പെടാതെ വേണം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ. പിന്നീട് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നമുക്ക് 2ലും ചേർക്കണം. മാംഗോ പൾപ്പിലും വേണം, ഈ പാലിലും വേണം ചേർത്ത് കൊടുക്കാൻ. അത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് വാനില എസൻസ് ഒരു 2 ഡ്രോപ്പ് ഇതിലേക്ക് ചേർക്കാം. നല്ലൊരു മണത്തിനും ഒരു രുചിക്കും വേണ്ടിയിട്ടാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 ഡ്രോപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിന് ശേഷം ഇത് വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട്
മിക്സ് ചെയ്യണം. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി, അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തിളപ്പിക്കരുത്. തിളപ്പിച്ചാറിച്ച പാലിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നേരിയ തോതിലൊന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി നമ്മൾ എത്ര പാല് ചേർത്തോ അത്രയും നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ ഈ പാത്രം ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറക്കി വെച്ച ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായി മിക്സ് ചെയ്യാം. വിസ്ക് വെച്ചിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത ശേഷം നമ്മൾ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള മാംഗോൻ്റെ പൾപ്പ് എടുക്കാൻ. കണ്ടോ, ഇതുപോലെ നമ്മൾ ഈ ഗ്ലാസ് നേരെ പിടിച്ചാലൊന്നും അത് പോവില്ല, ഉറച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മഗ് വെച്ചിട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്തതിലേക്ക് എല്ലാ പാത്രത്തിലും നിറച്ച് കൊടുക്കാം. നേരിയ ചൂടോടെ വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. ഇത് നമുക്ക് പൾപ്പ് നമ്മൾ എത്രയാണോ എടുത്തത് ഈ ഗ്ലാസ്സിൽ നിറച്ചത് അതുപോലെ നമ്മൾ രണ്ടാമത് എടുത്ത പാലും മൊത്തം നമുക്ക് എടുത്ത് വെച്ചതിലേക്കൊക്കെ ഒഴിച്ചാൽ തീരും. അത്രയ്ക്കും കറക്റ്റ് അളവിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബാക്കി വന്നതും കൂടി നമുക്ക് ഈ ചെറിയ ബൗളിലേക്കും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ 4 മണിക്കൂറോളം ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രീസറിലല്ല, സാധാരണ തണുപ്പുള്ള ഭാഗത്ത് വെച്ചാൽ മതി. 4 മണിക്കൂറോ 5 മണിക്കൂറോ ഇരിക്കാതെ ഒന്ന് സെറ്റായിട്ട് കിട്ടണം. മാംഗോ പൾപ്പ് സെറ്റായ പോലെ തന്നെ ഇതും വേണം സെറ്റായിട്ട് കിട്ടാൻ. ഞാനൊരു 5 മണിക്കൂറിന് ശേഷം അത് പുറത്തേക്ക് എടുത്ത് വെച്ചു. കണ്ടോ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ 2 ഡബിൾ കളറിൽ നന്നായിട്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഇത്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. ഒരു മാങ്ങ മുറിച്ചിട്ട് മാങ്ങയുടെ പീസാണ് നമ്മളിതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ചെറിയോ വേറെ വിധത്തിൽ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് അലങ്കാരത്തിന് വെച്ച് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ അതേ മാങ്ങ തന്നെയാണ് മുറിച്ച് വെച്ച് കൊടുത്തത്. ഇനി ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഡബിൾ കളറിൽ കുറച്ച് പാകത്തിന് സെറ്റായി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. മാങ്ങയുടെ സീസണാണല്ലോ ഇപ്പോൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.